കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമോ? അതിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. കുറഞ്ഞ വിലയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ 4 ദീർഘ കരാർ പദ്ധതികൾ റദ്ദാക്കി. ഈ കരാറുകൾ പുനഃസ്ഥാപിക്കാനാകില്ലെന്ന് വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലാണ് ഉത്തരവിട്ടത്. ഈ നടപടി ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. കുറഞ്ഞ നിരക്ക് വൈദ്യുതി വാങ്ങാനായില്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് ബോർഡിന് വൈദ്യുതി വാങ്ങേണ്ടി വരും. ഇതിന്റെ ഭാരം ഉപഭോക്താക്കളുടെ ചുമലിലെത്തുമെന്നതിൽ തർക്കമില്ല. വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ KSEB സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് സൂചന. UDF ഭരണകാലത്തെ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ LDF സർക്കാർ റദ്ദാക്കിയിരുന്നു. കരാർ റദ്ദാക്കിയതിൽ അഴിമതി ആരോപണം വരെ ഉയർന്നിരുന്നു. UDF സർക്കാരിന്റെ കാലത്തെ ഈ കരാറായിരുന്നു പിണറായി സർക്കാർ പിന്നീട് പുനഃസ്ഥാപിച്ചത്. ഈ നടപടിക്കാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്നാണ് കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ തീരുമാനമാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2014 ക്ഷണിച്ച 2 ടെൻഡറുകളിലായി ജാബുവ പവർ, ജിൻഡൽ പവർ, ജിൻഡൽ ഇന്ത്യ തെർമൽ പവർ എന്നീ കമ്പനികളിൽ നിന്ന് 2016 മുതൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനാണ് KSEB കരാർ ഉറപ്പിച്ചത്. 2023 വരെ ഈ വൈദ്യുതി വാങ്ങിയെങ്കിലും പരാതി ലഭിച്ചതിനെ തുടർന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലാണ് കരാറുകളുടെ നടപടിക്രമം കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ ടെൻഡർ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയത്. 2023 മെയ്യിൽ കരാർ റദ്ദാക്കി ERC ഉത്തരവിറക്കി. മന്ത്രിസഭയുടെ ആവശ്യപ്രകാരം ERC വിഷയം വീണ്ടും പരിഗണിക്കുകയും കഴിഞ്ഞ ഡിസംബറിൽ കരാർ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനെതിരെ ജാബുവ പവർ നൽകിയ അപ്പീലിലാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഇപ്പോഴത്തെ ഉത്തരവ്. ERC ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നും കരാറിലെ നിരക്കിൽ വൈദ്യുതി തുടർന്നും നൽകാൻ കഴിയില്ലെന്നും ജിൻഡൽ പവർ ഒഴികെയുള്ള കമ്പനികൾ അറിയിച്ചിരുന്നു. ജിൻഡൽ പവർ 150 മെഗാവാട്ട് വൈദ്യുതി തുടർന്നും നൽകാമെന്നും ധാരണയിലെത്തിയെങ്കിലും KSEB നൽകാനുള്ള കുടിശ്ശിക തുക സംബന്ധിച്ച ചർച്ചയിൽ തീരുമാനമാകാത്തത് പ്രതിസന്ധിയായി. വൈദ്യുതി ഉപയോഗം റെക്കോർഡിലേക്ക് എത്തിയ കഴിഞ്ഞ മാർച്ച് മെയ് മാസങ്ങളിലാണ് കുറഞ്ഞ നിരക്കിൽ യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിരുന്ന 4 കരാറുകൾ റദ്ദാക്കിയതിന്റെ ഫലം കേരളം മനസ്സിലാക്കിയത്. ഹ്രസ്വകാല ടെൻഡറുകൾ KSEB ക്ഷണിച്ചെങ്കിലും ദിവസം മുഴുവനുമുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് 9.5910 രൂപ, പീക്ക് സമയത്ത് മാത്രം വൈദ്യുതി ലഭിക്കുന്നതിന് യൂണിറ്റിന് 14.3 രൂപ എന്നിങ്ങനെ ഉയർന്ന നിരക്ക് കാരണം കരാറുകളിൽ ഏർപ്പെട്ടില്ല. തുടർന്ന് ഓരോ മാസത്തേക്കും ടെൻഡർ ക്ഷണിച്ച് ഹ്രസ്വകാല കരാറുകളിൽ ഏർപ്പെട്ടതും വിവാദമായി.